യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ നിമിഷങ്ങളിലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധ്യാനിക്കാൻ പോവുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, പരിശുദ്ധ തൃത്വത്തിലെ പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ ആളത്വമാണ്. പിതാവിൽ പുറപ്പെടുക, പിതാവിനും പുത്രനിൽ നിന്നും പുറപ്പെടുക എന്ന സവിശേഷതയാണ് പരിശുദ്ധാത്മാവിനുള്ളത്. പരിശുദ്ധാത്മാവ് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുകയാണ്. അപ്പൊ എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ദൈവം വസിക്കുന്നു എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി പരിശുദ്ധാത്മാവാണ് വസിക്കുന്നത്. എൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ആവസിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് ആവസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി നൽകുന്നത് കൃപയാണ്, കൃപാവരം. ഈ കൃപാവരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്മ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ആ കൃപയുടെ സോഴ്സാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ കൃപാവരത്തിന് മറ്റൊരു പദം ഉപയോഗിക്കാറുണ്ട്, ദൈവിക ജീവൻ. ആ പദമാണ് ദൈവിക ജീവൻ. എന്താണ് കൃപ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറയാവുന്നത്, നന്മ ചെയ്യാനുള്ള കഴിവിന് പറയുന്ന പേരാണ് കൃപ. അപ്പൊ ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ ഒന്ന്, പക്ഷേ ഇത് നിസ്വാർത്ഥമായി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയാണ്. ഓരോ സമയം അനുസരിച്ചിട്ടും ഇതിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമുക്കാണ് ഏറ്റവും കൂടുതൽ കൃപയുള്ളതെന്ന്. പക്ഷെ മറ്റൊരു വ്യക്തിയിൽ ആ കൃപ അതിനപ്പുറത്തേക്ക് കാണുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഇങ്ങനെയും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കില്ലേ എന്ന് തോന്നാം. ഇപ്പൊ എൻ്റെ ഒരു ജീവിതത്തിൽ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ചെയ്യുന്ന ചെറിയൊരു ജോലി ഞാൻ എല്ലാത്തിലും നീതി നോക്കി ചെയ്യാം. നീതി നോക്കി അവരവർക്ക് കിട്ടേണ്ടത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്ന് പറയുന്നതിൽ എന്നെ സ്വാധീനിക്കാൻ പറ്റാത്ത രീതിയിൽ നിഷ്പക്ഷമായി ഞാൻ ചെയ്യാം. പക്ഷെ എൻ്റെ ഒരു ഓഫീസർ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സമ്പത്ത് വരെ വിനിയോഗിച്ചുകൊണ്ട് പാവങ്ങളെ സഹായിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അസൂയ തോന്നി. കാരണം ഞാൻ കരുതിയിരുന്നത് ഞാൻ വളരെ നീതിപൂർവമായി എല്ലാം വിതരണം ചെയ്യുന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം അതിനും അപ്പുറത്തേക്ക് ആളുടെ ശമ്പളത്തിൽ നിന്ന് വരെ പൈസ എടുത്തുകൊണ്ട് പാവങ്ങളെ സഹായിക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യുക. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു? അദ്ദേഹത്തിന്റെ ഉള്ളിലെ കൃപാവരത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ കൃപാവരം, അത് വർഷിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന മറ്റൊരു കാര്യം ദാനങ്ങളും ഫലങ്ങളും വരങ്ങളുമാണ്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നമുക്കറിയാം, ജ്ഞാനം, ബുദ്ധി, അറിവ്, വിവേകം, ആലോചന, ദൈവഭക്തി, ദൈവഭയം. ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. പലരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ജ്ഞാനം നൽകുമ്പോൾ, അറിവ് നൽകുമ്പോൾ, ആലോചന നൽകുമ്പോൾ അവർ അതുവരെയും വിചാരിക്കാത്ത രീതിയിലേക്ക് അവരുടെ ജീവിതം മാറ്റപ്പെടും. എന്തിനാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആ ജ്ഞാനം ദൈവത്തിന്റെ ആത്മാവ് തരിക. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇന്നസെന്റ് പറഞ്ഞ ഒരു കഥയാണ്. ആളുടെ ജീവിതാനുഭവം. ആള് തമിഴ്നാട്ടിൽ പോയി ജോലി ചെയ്തു. ജോലി ചെയ്തതിന് ശേഷം ആളുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടാവുകയാണ്. ഒരു ആൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തത് വലിയൊരു നഷ്ടമുണ്ടായി. ബിസിനസ് സ്ഥാപനം തുടങ്ങി നഷ്ടമുണ്ടായി. ഒരു തമിഴിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ചെയ്തത്. അപ്പൊ വലിയ നഷ്ടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ആ പണം തിരികെ കൊടുക്കുവാൻ ആളെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ആൾ എന്ത് ചെയ്തു? ആളവിടെ നിന്ന് സ്ഥലം വിട്ട് നാട്ടിലേക്ക് വന്നു. മുങ്ങിയിട്ട് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ഇന്നസെന്റിനെ അന്വേഷിച്ചിട്ട് ഇരിഞ്ഞാലക്കുട ടൗണിലേക്ക് വന്നു. അപ്പോഴേക്കും ഇരിഞ്ഞാലക്കുടയിൽ നല്ല സ്വാധീനമുള്ള ആൾക്കാരൊക്കെ ഇന്നസെന്റിനുണ്ട്. ഈ വ്യക്തി വന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനും ആളെ അറ്റാക്ക് ചെയ്യാനും ശ്രമിച്ചപ്പോൾ ഇവര് നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്ത് പറഞ്ഞയച്ചു. അടിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, കൈകാര്യം ചെയ്ത് പറഞ്ഞയച്ചു. മറ്റേ ആളെ പിന്നെ ഭയപ്പെട്ടിട്ട് ഈ ഏരിയയിലേക്ക് വന്നില്ല. അങ്ങനെ ഇരിക്കെ ആള് സിനിമയിലൊക്കെ എത്തിയപ്പോൾ ആൾക്ക് ശമ്പളം കിട്ടാൻ തുടങ്ങി, വരുമാനമായപ്പോൾ ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയുമ്പോൾ ഈ മനുഷ്യന്റെ കടം പോയി തീർക്കലായിരുന്നു. എന്നിട്ട് ഇന്നസെന്റ് അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സാമ്പത്തികമായി ഞാൻ പിന്നാക്കം പോയി, അതൊരു വസ്തുതയാണ് എന്ന് കരുതി എനിക്ക് മരിക്കാൻ പറ്റുള്ളൂ. പണം വരും പോവും, ഇനി ഒരു സമയത്ത് ഉണ്ടാകുമ്പോൾ കൊടുക്കും,
ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഇത് പലപ്പോഴും നമ്മൾ സംബന്ധിക്കുന്ന പണം കൊടുക്കണ്ടേ, ഇല്ലെങ്കിൽ പിന്നെ അവൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ, വലിയ കടബാധ്യതയാണ്, അപ്പൊ മരിച്ചു കളയാൻ നല്ലത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്. എന്താ വചനം? ശരീരത്തെക്കാൾ വസ്ത്രത്തെക്കാൾ ശരീരവും ഭക്ഷണത്തെക്കാൾ ജീവനും പ്രധാനമല്ലേ? അപ്പൊ ഇതൊരു ബോധ്യം കിട്ടണം. ഭക്ഷണത്തെക്കാൾ വലുത് ശരീരമാണ്, വസ്ത്രത്തെക്കാൾ വലുത്, ഭക്ഷണത്തെക്കാൾ വലുത് ജീവനാണ്, ശരീരത്തെക്കാൾ വലുത്, വസ്ത്രത്തെക്കാൾ വലുത് ശരീരമാണ്. അതാണ് കർത്താവ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഭവം. നമ്മള് ഈ വസ്ത്രത്തിന് വേണ്ടി ശരീരത്തെ കൊല്ലുക, ഭക്ഷണത്തിന് വേണ്ടി ജീവനെ നശിപ്പിക്കുക. അപ്പൊ ഈ ഒരു ബോധ്യത്തിലേക്ക് എത്തും. ഇത് പെട്ടെന്ന് നിരാശയിലേക്ക് വരിക. പലരും ജീവിതത്തിലുള്ള സാമ്പത്തികമായ ബാധ്യത വരുന്നു, ആത്മഹത്യ ചെയ്യുന്നു, പ്രണയം പരാജയപ്പെടുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെയാണ് ജീവനെ ഹനിക്കാൻ വേണ്ടി ഓരോരുത്തർ കണ്ടെത്തുന്ന ന്യായങ്ങൾ. അവിടെ ദുരഭിമാനമാണ് ഒരുപക്ഷെ മുമ്പിലേക്ക് നിൽക്കുക. പക്ഷെ അതിനേക്കാൾ വലുതാണ് എന്റെ ജീവനും എന്റെ ശരീരവും എന്റെ ആത്മാവും എന്നുള്ള വസ്തുത. എത്ര പേർക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബോധ്യങ്ങൾ, ചെറിയൊരു കാര്യം പറഞ്ഞെന്ന് മാത്രം, ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ടായിരിക്കണം, പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനം, ബുദ്ധി, അറിവ്, വിവേകം, ആലോചന, പല കുടുംബങ്ങളുടെയും പരാജയത്തിനൊരു കാരണം പരിശുദ്ധാത്മാവിന്റെ ഈ പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ആലോചിക്കുകയില്ല. കിട്ടുന്ന വരുമാനത്തിന് മുഴുവൻ ദൂർത്തടിച്ചിട്ട്, കടം വാങ്ങിയും ദൂർത്തടിച്ചിട്ട് അവസാനം പണം എങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്നറിയാതെ ചഞ്ചല ചിത്ര നൽകുന്ന ഒരു സംഭവങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്. വളരെ നിസ്സാര വരുമാനമേ കുടുംബത്തിനുള്ളൂ, അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും അറിയാതെ കടം വാങ്ങുകയും അങ്ങനെ കടബാധ്യതയിൽ മുങ്ങുകയും ചെയ്യുന്ന ആലോചനയില്ലാത്ത വ്യക്തികളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തിന്റെ കുറവാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഇനി പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, ഒരു വ്യക്തിയുടെ പരിശുദ്ധാത്മാവ് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാനുള്ള അളവുകോൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. ഗലാത്യ 5:22 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുന്നത്. എന്താണ് ഫലങ്ങൾ? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം. ഇവയ്ക്കെതിരെ ഒരു നിയമവുമില്ല. അപ്പോൾ ഈ ഫലങ്ങൾ ഇതെല്ലാം ഒരു വ്യക്തിയുടെ ഉള്ളിൽ തുല്യമായിരിക്കും. അതിന് പ്രത്യേകത, ഒരു വ്യക്തിക്ക് സ്നേഹം കൂടുതലും ക്ഷമ കുറവായിട്ടിരിക്കില്ല. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആനന്ദം കൂടുതലും ആത്മസംയമനം കുറവുമായിട്ടിരിക്കില്ല. ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. കാരണം ഒരു വ്യക്തിയിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്, പരിശുദ്ധാത്മാവിൽ നിന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കും എനിക്ക് നല്ല സ്നേഹമുണ്ട്, പക്ഷെ എനിക്ക് ക്ഷമ കുറവാണ്. നമ്മൾ വിചാരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ എൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തിന്റെ അളവുകോൽ നമുക്കറിയാൻ ഏറ്റവും നല്ലത് ക്ഷമയുടെ അളവുകോലാണ്. ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മെ തന്നെ താരതമ്യപ്പെടുത്തുകയോ മറ്റുള്ള വ്യക്തികളെ താരതമ്യപ്പെടുത്തുകയോ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ ആരെ താരതമ്യപ്പെടുത്തി ചിന്തിക്കണം? ഇത് മുഴുവൻ 100% ഒരു വ്യക്തിയുണ്ട്, അതാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ താരതമ്യപ്പെടുത്തിയിട്ട് വേണം എൻ്റെ ഉള്ളിലെ സ്നേഹം എത്രയുണ്ട്, നിസ്വാർത്ഥമായൊരു സ്നേഹം എത്രയുണ്ട്, സമാധാനം എത്രയുണ്ട്, ക്ഷമ എത്രയുണ്ട് എന്നൊക്കെ വെക്കാൻ. അപ്പോഴാണ് അതുവരെ 100% വിചാരിച്ചാൽ നമ്മൾ പെട്ടെന്ന് മൈനസിലേക്ക് 1%, 2%, 10% പോകുന്നത് അപ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എത്രയുണ്ട് എന്ന് അറിയുന്നതിനുള്ള അളവുകോൽ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരം അല്ലെങ്കിൽ ദൈവിക ജീവൻ എത്രയുണ്ടെന്ന് അറിയാനുള്ള അളവുകോൽ എന്താണ്? ഈ ഫലങ്ങളാണ്. പിന്നെ പരിശുദ്ധാത്മാവ് നൽകുന്ന കാര്യമാണ് വരങ്ങൾ. 9 വരങ്ങളുള്ളത്. 9 വരങ്ങൾ: ഭാഷാവരം, വ്യാഖ്യാനവരം, പ്രവചനവരം. ഇതാണ് നാവിന്റെ വരങ്ങൾ. വിശ്വാസത്തിന്റെ വരം, രോഗശാന്തി വരം, അത്ഭുത പ്രവൃത്തികളുടെ വരം. ഇത് 3 കഴിവിന്റെ വരങ്ങൾ. ജ്ഞാനവചന വരം, വിവേകവചന വരം, ആത്മാക്കൾ വിവേചിക്കുന്ന വരം. ഇത് 3
ബുദ്ധിയുടെ വരങ്ങൾ. ഇങ്ങനെ 9 വരങ്ങളാണ് പൗലോസ്ലീഹ പൂർവ്വ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉപവരങ്ങളാണ് പിന്നെയുള്ളതെല്ലാം. ജ്ഞാനവചനവരം അതിലുള്ളതാണ് ദർശനം, വെളിപാട് എല്ലാം വരിക. അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ വരം, അതിലാണ് നമ്മുടെ ജ്ഞാനത്തിന്റെ മേഖലകളും പഠനത്തിന്റെ മേഖലകളും അതുപോലെ തന്നെ രോഗശാന്തിക്കുന്ന കഴിവുകളും ഒക്കെ കടന്നു വരുന്നത്. ആ കഴിവിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് വിശ്വസിക്കുക എന്ന് പറഞ്ഞ സംഭവത്തിലെ വരിക. അപ്പൊ ഇങ്ങനെ 9 വരങ്ങളും പരിശുദ്ധാത്മാവ് തരും. വരങ്ങൾ എന്തിനാ തരുന്നത്? വരങ്ങൾ തരുന്നത് സഭയെ വളർത്താനാണ്. കർത്താവിന്റെ സഭയെ, പരിശുദ്ധ കത്തോലിക്ക സഭയെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ വരങ്ങൾ കർത്താവ് തരുന്നത്, വേറെ ഒന്നുമല്ല. പക്ഷെ ഇത് കഴിവാണ്. വരങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിവാണ്. ചിത്രം വരയ്ക്കാൻ ഒരു വ്യക്തിക്ക് കഴിവ് കൊടുത്തു, ആ വ്യക്തി എന്ത് ചെയ്യും? ചിത്രം വരയ്ക്കും. അതവന് കഴിവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദൈവം പിൻവലിക്കുമോ? പിൻവലിക്കില്ല. പക്ഷെ ആ വ്യക്തി ചിത്രം വരയ്ക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് നല്ല ചിത്രം വരയ്ക്കുക എന്നുള്ളത്, അശ്ലീല ചിത്രം വരയ്ക്കാതിരിക്കുക എന്നുള്ളത്. അത് ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. ഇതുപോലെ വരങ്ങൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് തരുമ്പോൾ സഭയെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? വരം ലഭിച്ച വ്യക്തിയുടെയാണ്. ആ വ്യക്തി സഭയ്ക്ക് പുറത്തു കൊണ്ടുപോയി സ്വന്തമായി സെക്റ്റുകൾ ഉണ്ടാക്കാനും സ്വന്തമായി സഭകൾ ഉണ്ടാക്കാനും ആരംഭിച്ചു കഴിഞ്ഞാൽ, സഭയെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ആ വരം നൽകുന്നത് നിർത്തും. പക്ഷെ കഴിവ് തുടർന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് ആ വരം നൽകുന്നത് നിർത്തും. പക്ഷെ ആ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ള കഴിവുണ്ടല്ലോ, മുമ്പ് കിട്ടിയുള്ള വരം ഉണ്ടല്ലോ, ആ വരം, ആ സോഴ്സ് ഉണ്ടല്ലോ, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ രോഗശാന്തിക്ക് ലഭിച്ച വരം ലഭിച്ചൊരു വ്യക്തി, ആ വ്യക്തിക്ക് സഭയ്ക്ക് പുറത്തു പോയാലും സ്വന്തമായി ശക്തി ഉണ്ടാക്കിയാലും രോഗശാന്തി വരം ഉണ്ടായിരിക്കും, രോഗശാന്തി നടന്നുകൊണ്ടിരിക്കും. അത് വ്യക്തിയിൽ ഉണ്ടായിരുന്ന കൃപയാണ്. പക്ഷെ പുതിയ കൃപ ഉണ്ടാവില്ല. കാരണം അതിന് സമയത്തി കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് അടിക്കും. Praise the Lord. Hallelujah. 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അപ്പൊ ഇതുകൊണ്ടാണ് സഭയ്ക്ക് പുറത്തു പോകുന്ന വ്യക്തികളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പ്രകടമാകാൻ കാരണം. നമ്മൾ വിചാരിക്കരുത് അവരിലും ദൈവം പ്രവർത്തിക്കുന്നെന്ന്. പക്ഷെ അതല്ല, അവരിൽ മുമ്പുണ്ടായിരുന്ന ആ കൃപ ഒഴുകുന്നതാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് സ്പ്രെഡ് ആവുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. വിശുദ്ധ കുർബാനയാണ് ഉറവിടം. അപ്പോൾ സഭയ്ക്ക് പുറത്തും പരിശുദ്ധാത്മാവ് ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. പരിശുദ്ധാത്മാവ് ഇങ്ങനെ സഭയെ വളർത്താൻ വേണ്ടി ഒരു വർഷം ബന്ധുസാരുടെ ഇടയിലും നിരീശ്വരവാദികളുടെ ഇടയിലും മറ്റു മതസ്ഥരുടെ ഇടയിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും. പക്ഷെ സഭയെ വളർത്തുക എന്ന ലക്ഷ്യം തന്നെ പരിശുദ്ധാത്മാവിനുണ്ട്. പരിശുദ്ധാത്മാവ് അറിയാം അത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന്. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്ന പോലെ നമ്മുടെ ബുദ്ധിയെ ലോചിക്കൊന്നും വെച്ചിട്ടില്ല, പരിശുദ്ധാത്മാവിനറിയാം എങ്ങനെ കൊണ്ടുപോകണമെന്ന്. അതനുസരിച്ച് വീശിക്കൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് യഹൂദരെ ദൈവം ഒരുക്കുന്നുണ്ട്. പക്ഷെ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, യഹൂദരെ മാത്രമൊന്നുമല്ല ഗ്രീക്കുകാരെയും ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഫിലോസഫി വളരുന്നു. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, അതിൻ്റെയൊക്കെ തലത്തിൽ നിന്നാണ് പിന്നെ പരിശുദ്ധ തൃത്വം ക്രിസ്റ്റോളജിക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോ ഒരു ഗ്രീക്ക് പണ്ഡിതൻ പുതിയ നിയമം വായിച്ചു കഴിഞ്ഞാൽ അവൻ വിചാരിക്കുന്നത് എന്ന് പറയാമോ, അവന്റെ ഫിലോസഫിയുടെ, പ്ലേറ്റോന്റെയും അരിസ്റ്റോട്ടിന്റെയും ചിന്താഗതിയുടെ
തുടർച്ചയാണ് പുതിയ നിയമം എന്നാ ചിന്തിക്കുന്നത്. പഴയ നിയമം വായിക്കാതെ ആ വ്യക്തി പുതിയ നിയമം എടുത്ത് വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തോന്നുന്ന അപ്രകാരമാണ്. അവരുടെ ഫിലോസഫിയുടെ തുടർച്ചയാണ് ഈ കാണുന്ന പുതിയ നിയമം. യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷത്തില് ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിന് കൂടെയായിരുന്നു എന്നുള്ളതൊക്കെ പറയുന്നത് ശരിക്കും ഗ്രീക്ക് ഫിലോസഫിയിലത്തെ വാക്കുകൾ അങ്ങനെ തന്നെ നടത്തിയിരുന്നേക്ക്. അപ്പൊ ഗ്രീക്കില് ഞാനിത് യുക്തിവാദികളെ പറ്റി പറയുമ്പോൾ പറയാം. പ്രൈസ് ദി ലോർഡ്. ലോഗോസ് എന്നതിനെ പറ്റി പറയാം. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് അങ്ങനെ പലയിടത്തും വീശുന്നുണ്ട്. കാറ്റിന് ഇഷ്ടമുള്ളതിലേക്ക് വീശുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയരുത് ഇവിടെ മാത്രം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ മതി എന്ന് പറയരുത്. പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളിടത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അത് എങ്ങനെ പ്രവർത്തിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. അടിസ്ഥാനപരമായി കത്തോലിക്ക സഭയെ പടുത്തുയർത്താൻ വേണ്ടി തന്നെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി പരിശുദ്ധാത്മാവിന് ആദിയിൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിലാണ് എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മൾ നേരത്തെ കണ്ടു. ജലത്തിന് മീതെ റൂഹ അങ്ങനെ വീശിക്കൊണ്ടിരുന്നു. ആ ജീവജലത്തിന് മീതെ പരിശുദ്ധാത്മാവിന്റെ കാറ്റും റൂഹായും ജലവും, കാറ്റും ജലവും പരിശുദ്ധാത്മാവിന്റെ പ്രതീക. അതിലാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ആരംഭിക്കുന്നത്. പുത്രനാണ് സൃഷ്ടികർമ്മത്തിലേക്ക് കടന്നു വരുന്നത്. പിതാവാണ് പ്രവർത്തിക്കുന്നത്. സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെടും, പുത്രനിലൂടെ, പരിശുദ്ധാത്മാവിൽ. അതാണ് പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ. ഇതാണ് എല്ലതും. രക്ഷ ഇങ്ങനെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അതിന്റെ പൂർണ്ണത സൃഷ്ടിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകുന്ന, വസിക്കാൻ വേണ്ടി നൽകുന്ന, പരിശുദ്ധാത്മാവിന്റെ ആലയമായിട്ട് നൽകുന്നത് നമ്മുടെ ശരീരത്തെയാണ്. പലരും വിചാരം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമില്ലാത്ത വസ്തു കരുതുക. തെറ്റാണ്. പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ള ഇടമാണ്, പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് മനുഷ്യന്റെ ശരീരം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ള ആലയമാണ് മനുഷ്യന്റെ ശരീരം എന്നതുകൊണ്ട് തന്നെ ഈ ശരീരത്തെ വിശുദ്ധമായും പൗത്രികമായും സുന്ദരമായും കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്താ സുന്ദരമായി എന്ന് പറയാൻ കാരണം? ചിലരുടെ വിചാരം ശരീരം എന്തോ നശിപ്പിക്കപ്പെടാനുള്ള വസ്തുതയാണെന്ന് കരുതി നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. വേദനിപ്പിക്കാനും നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു സംഭവം ഞാൻ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ ഒരു സംഭവം അല്ല. ഈ ശരീരത്തെ വിശുദ്ധമായും പൗത്രികമായും അതുപോലെ തന്നെ സുന്ദരമായിട്ടും എല്ലാം കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ശരീരം വെറുക്കപ്പെടേണ്ടതല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ള ആലയമാണ് ഈ ശരീരം. അതുകൊണ്ടാണ് നമ്മളതിനെ വ്യഭിചാരത്തെ പറ്റി പൗലോസ് പറയുന്നില്ലേ, മറ്റെല്ലാ പാപങ്ങളും ശരീരത്തിന് പുറത്താണ്, വ്യഭിചാരം ശരീരം കൊണ്ട് ചെയ്യുന്ന പാപമാണ്. അതാണ് എന്റെ പ്രത്യേകത. അതിന്റെ പൗലോസ് അങ്ങനെ പറയുന്നത്. അപ്പൊ അത്രയും കാര്യമായിട്ട് ശരീരത്തെ ശ്രദ്ധിക്കണമെന്ന് പൗലോസിലേക്ക് പഠിപ്പിക്കുകയാണ്. അപ്പൊ വ്യഭിചാരം പാപമാവുന്ന വിഷയം, ഇപ്പൊ സ്വയം ഭോഗം, ഇതൊക്കെ സവർഗഭോഗം, ഇതൊക്കെ പാപമാവുന്ന പറയാൻ കാരണം ഈ ശരീരത്തെ ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്ന വസ്തുതയായതുകൊണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ജഡം കൊണ്ട് മെനഞ്ഞ് അവന്റെ നാസാരന്തരങ്ങളിലേക്ക് ഊതി പരിശുദ്ധാത്മാവ് ഈ ആത്മാവിൽ വന്ന് വസിക്കാൻ ആരംഭിക്കുക. അപ്പോഴാണ് ദൈവിക ജീവൻ ഉണ്ടാവുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? പാപം ചെയ്യുന്ന നിമിഷം അവൻ മരിക്കുകയാണ്. പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. പരിശുദ്ധാത്മാവ് വിട്ടുപോയി, പൂർണ്ണമായിട്ടും വിട്ടുപോയി. ഇങ്ങനെ വിട്ടുപോയപ്പോൾ ഈ മനുഷ്യന് പിന്നെ ഒന്നും അറിഞ്ഞുകൂടാ, നന്മ ഏത് തിന്മ ഏതെന്ന് അറിഞ്ഞുകൂടാ. അവൻ ദൈവത്തെ പിന്നെ ആരംഭിക്കുന്നത് നിയമം അനുസരിച്ച് പ്രസാദിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് നിയമം അനുസരിച്ച് പ്രസാദിപ്പിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒന്നേയുള്ളൂ, ഒറ്റ വ്യക്തിയുള്ളൂ പരിശുദ്ധാത്മാവ്, അല്ലേ? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലെ വസിക്കൂ. ഒരു സമയം ഒരു വ്യക്തിയിലെ വസിക്കൂ. ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ പിന്നെ എവിടെ വസിക്കുക?
ഒരു കൂട്ടായ്മയിൽ വസിക്കും. ഇതാണ് ആദ്യകാലങ്ങളിൽ യേശുക്രിസ്തുവിന് മുമ്പുള്ള പ്രത്യേകതയായി പറയുന്നത്. യേശുക്രിസ്തുവിന് മുമ്പുള്ള പ്രത്യേകത ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ. ഹല്ലേലൂയ. വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ ആണ് വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആബേലിൽ പരിശുദ്ധാത്മാവിനെ കാണാം, സേത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണാം, ഇങ്ങനെ ഒരു വ്യക്തിയിലെ കാണും. അപ്പൊ എന്ത് സംഭവിക്കുക? മറ്റുള്ളവരുടെ ഉള്ളിലൊന്നും ദൈവം വസിക്കുന്നില്ല, പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി പാപം പെരുകാൻ ആരംഭിക്കും, പാപം പെരുകാൻ തുടങ്ങും. അതുകൊണ്ട് എന്തുണ്ടായി? കായൻ ആബേലിനെ കൊന്നു. കായൻ ആബേലിനെ കൊന്നിട്ട് കുറച്ച് തലമുറ കഴിഞ്ഞപ്പോൾ ലാമെക്ക് എന്ന് പറയുന്ന കായന്റെ സന്തതി ഉണ്ട്. ലാമെക്ക് അവൻ പറയുകയാണ്, അവന്റെ 2 ഭാര്യമാരെ വിളിച്ച് പറയും, ആദം സില്ല നീ ഇങ്ങോട്ട് വരൂ, ഞാൻ എന്നെ ചീത്ത പറഞ്ഞവനെ കൊന്നു കളഞ്ഞു, എന്നെ അടിച്ചവനെ ഞാൻ കൊന്നു കളഞ്ഞു. കായലിന്റെ പ്രതികാരം 7 ഇരട്ടിയാണെങ്കിൽ എന്റെ പ്രതികാരം 70 ഇരട്ടിയാണ്. ഇങ്ങനൊരു അവസ്ഥയെ പറയുന്ന പേരാണ് പഴയ നിയമത്തിലെ പാപം പെരുകുക എന്ന് പറയുന്ന കാര്യം. ദേവപുത്രന്മാർ മനുഷ്യപുത്രിമാരെ അഴകുള്ളവരെ കണ്ട് അവരുമായി ഒന്നിച്ചു എന്ന് പറയുന്ന ഭാഗമുണ്ട്. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കായന്റെ സന്തതികളും സേത്തിന്റെ സന്തതികളും 2 വംശങ്ങളാണ്. ദേവന്മാരും അസുരന്മാരും എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഇവര് ഒരു ഭാഗത്ത് നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു, ഒരു ഭാഗത്ത് ചീത്ത മനുഷ്യന്മാരുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മളൊക്കെ പറയില്ലേ, അവൻ ആകെ മോശമായി നടക്കുക, അതുകൊണ്ട് ഒരു നല്ലൊരു പെൺകുട്ടീനെ അവിടെ കല്യാണം കഴിച്ചു കൊടുക്കാം, അപ്പൊ അവന് നന്നായിക്കോളും എന്ന് പറയും. എന്ത് സംഭവിക്കുക? 2 ആളും നാശവും അല്ലെ? ഇതെങ്ങനെ സംഭവിച്ചത്? ഈ അഴകുള്ളവരെ നീണ്ട് ഈ മനുഷ്യപുത്രിമാരെ ദേവപുത്രന്മാരെ കല്യാണം കഴിച്ചു, ശക്തിയുള്ളവര് ശക്തിയില്ലാത്തവര് വിവാഹം കഴിച്ചു, ഒക്കെ നശിച്ചു. ഇവിടെയാണ് കർത്താവ് അനുതപിച്ചു എന്ന് പറയുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ഞാൻ അനുതപിക്കുന്നു. എന്താ കാരണം? എല്ലാവരും പാപം പെരുകി നശിച്ചു, പരിശുദ്ധാത്മാവ് ഉള്ളവരില്ല, ദൈവം ആരുള്ളിലും വസിക്കുന്നില്ല. ഈ ഒരു അവസ്ഥ എത്രയോ ഭീതിജനകം. എല്ലാവരും അവരുടെ ജീവിതത്തിന് വേണ്ടി സ്വാർത്ഥതയോടെ ജീവിക്കുന്നു, പരസ്പരം ആരാണോ വലിയവനെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു മനോഭാവത്തിലേക്ക് ജനം കടന്നു ചെല്ലുകയാണ്. എന്താണ് നമ്മുടെ ഉള്ളിൽ? നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ നന്മ എന്ന വസ്തുത ഇല്ലെങ്കിൽ ആ അവസ്ഥ എത്രയോ ഭീകരമായിരിക്കും. ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കില്ല, അത് നന്മപ്രവൃത്തി, അതില്ല, വേണമെങ്കിൽ അവർ ചോദിച്ചോട്ടെ. ആ ഒരു രീതിയില് സ്വന്തം സ്വാർത്ഥത മാത്രം ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം വന്നാൽ എങ്ങനെയിരിക്കും? ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന രീതിയിൽ റോബോട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ, നന്മയും തിന്മയും ഇല്ലാത്ത സമൂഹം ഉണ്ടായി കഴിഞ്ഞാൽ, ആ റോബോട്ടുകൾ രാജ്യം ഭരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, മനുഷ്യരെല്ലാം കൊന്നുകളഞ്ഞ് സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി, എന്തായിരിക്കും സംഭവിക്കുക? അതുപോലത്തെ മനുഷ്യര്, ധാർമ്മികത ഒട്ടുമില്ലാത്ത മനുഷ്യര്, മനസാക്ഷി ഇല്ലാത്ത മനുഷ്യര്, ഇങ്ങനൊരു സമൂഹമാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്? മനുഷ്യരെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പൊ അവിടെ ദൈവം ഒരാളെ കണ്ടെത്തുന്ന ആളുടെ പേരാണ് നോഹ. നോഹയെ ദൈവം കണ്ടെത്തുന്നു. കാരണം അത് ഹെനോക്കിന്റെ തലമുറയിൽപ്പെട്ട വ്യക്തിയാണ്. ഹെനോക്ക് ദൈവത്തിന് ഒപ്പം നടന്ന വ്യക്തിയാണ്. അവന്റെ മകന്റെ മകനാണ് ഈ പറയുന്ന നോഹ. നോഹയിൽ ഒരു നീതിമാന ദൈവം കാണുകയാണ്. അപ്പൊ ദൈവം എന്ത് ചെയ്യുക? നോഹയെ രക്ഷിച്ചു. ജലപ്രളയത്തിലൂടെ രക്ഷിച്ചത്, ജലപ്രളയത്തിലൂടെ. ഇതാണ് ആദ്യത്തെ മാമോദീസ. 1 പത്രോസ് 3:20 പറയുന്നുണ്ട്. മാമോദീസയുടെ നിഴലാണ് ഈ ജലപ്രളയം. 1 പത്രോസ് 3:20 പറയുകയാണ്, ജ്ഞാനസ്നാനത്തിന്റെ മുന്നാസ്വാദനമാണ് ഇതെന്ന്. അപ്പോൾ മാമോദീസ എന്ന് പറഞ്ഞാൽ എന്താ? ആ ജലം എന്താ? യേശുവിന്റെ കുരിശിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തമാണ് മാമോദീസയിൽ നമുക്ക് ലഭിക്കുന്നത്. ആ തിരുരക്തത്തിന്റെ നിഴലാണ് നോഹയുടെ ജലപ്രളയം. അതിലൂടെ 8 പേര് രക്ഷ പ്രാപിക്കാൻ പോവുകയാണ്. നോഹ, നോഹയുടെ ഭാര്യ, നോഹയുടെ 3 മക്കള്, അവരുടെ 3 ഭാര്യമാര്, ഇവരതിൽ കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വന്നപ്പോൾ എന്ത് സംഭവിക്കുകയാണ്?
അവരുടെ ഉള്ളിൽ ആ മാമോദീസായുടെ അനുഭവം പരിശുദ്ധാത്മാവിന്റെ മുദ്ര ലഭിക്കുകയാണ്. അങ്ങനെ മാമോദീസ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന സകല മനുഷ്യരിലും എന്തുള്ളത്? ധാർമ്മികതയുള്ളത്. പരിശുദ്ധാത്മാവ് എല്ലാവരും ഉള്ളിലുണ്ടെന്ന് സഭ പറയാൻ കാരണം എല്ലാവർക്കും നന്മ ചെയ്യാൻ കഴിവുണ്ട്. എല്ലാവരും ഉള്ളിൽ ആ മുദ്രയുണ്ട് പരിശുദ്ധാത്മാവിന്റെ. ഇല്ലെങ്കിൽ അവൻ മരിക്കും. ഒരു വ്യക്തിയിലുള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ, കൃപാവരം ഇല്ലെങ്കിൽ ആ വ്യക്തി മരിക്കും. കൃപാവരം വറ്റുന്ന നിമിഷം അവൻ മരിക്കും. പണ്ട് കാലത്തൊക്കെ ഇന്ത്യയിലെ ചില രാജാക്കന്മാര് അവരെ എന്തും ചെയ്യാനോ രാജ്യമൊക്കെ ബ്രിട്ടീഷുകാർ ഭരിച്ചോളും. രാജാക്കന്മാർക്ക് സ്വന്തമായി ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ രാജാക്കന്മാരെ ഇങ്ങനെ പരസ്പരം മത്സരിക്കും. എത്ര കന്യകകളെ ബലാത്സംഗം ചെയ്യുമെന്ന് മത്സരിക്കുന്ന രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ചരിത്രത്തിൽ. ഈ കഴിഞ്ഞ 3 നൂറ്റാണ്ടുള്ളിലത്തെ കാര്യം പറയുന്നത്. അങ്ങനെ പരസ്പരം തിന്നുകയും കുട്ടിക്കുകയും സുഖിക്കുകയും മതിക്കുകയും ചെയ്യുന്ന ഈ രാജാക്കന്മാരുടെ അന്ത്യം എന്ന് പറയുന്നത് പോയി ആത്മഹത്യ ചെയ്ത് കളയുന്നതാണ്. ചില നിരീശ്വരവാദികള് അവസാനം കൃപ പറ്റുന്ന സമയത്ത് അവരുടെ ഉള്ളിലെ ആ ദാഹം ഉണ്ടല്ലോ, ദൈവത്തോടുള്ള ദാഹം, അത് നിരാശയിലേക്ക് ചെന്നിട്ട് അവർ ആത്മഹത്യയിലേക്ക് പോകും എന്നാ പറയാ. കൃപ പറ്റുന്ന സമയത്തുണ്ടാകുന്നത്. അനിൽകുമാർ അയ്യപ്പൻ അറിയാലോ. അനിൽകുമാർ അയ്യപ്പന്റെ സാക്ഷിയുണ്ട്. അവൾ നിരീശ്വരവാദിയായി നടക്കുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിലെ ചെറിയ കൊച്ചു ബിസിനസ് ഹോട്ടലിൽ ചില സമയത്ത് ഓരോ ട്രെയിൻ വരുമ്പോഴും അതിന് മുമ്പിലേക്ക് ആള് സ്വയം എടുത്ത് ചാടാതിരിക്കാൻ തൂണിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന പറഞ്ഞിരുന്നു. തൊട്ടടുത്ത തൂണ്, ട്രെയിൻ വരുമ്പോൾ തൊട്ടടുത്തുള്ള തൂണിനെ കെട്ടിപ്പിടിച്ചിരിക്കും. ഞാൻ അങ്ങാനും ചാടി ചത്താലോ എന്ന് പേടിച്ചിട്ട്. ആളുള്ളിൽ ചാവാനുള്ള ഒരു ഭ്രമം. എന്താ കാരണം വെച്ചാൽ ഈ കൃപ പറ്റുന്ന നിമിഷം ഉണ്ടാകുന്ന സംഭവം അത് ആത്മഹത്യ ചെയ്ത് കളയും. എല്ലാ ആത്മഹത്യയും അങ്ങനെ ഞാൻ പറയുന്നില്ല. മാനസിക രോഗത്തിന്റെ ഫലമായ ആത്മഹത്യകളുണ്ട്. എന്നാൽ കൃപ പറ്റുമ്പോൾ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എല്ലാവർക്കും ജീവിക്കാൻ പരിശുദ്ധാത്മാവ് വേണം. എല്ലാവരും മനസാക്ഷിയിൽ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അവന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന ദൈവമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അത് എവിടെ നിന്ന് ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യത അതിന്റെ മുന്നാസ്വാദനമായി നോഹയുടെ ജലപ്രളയം ലഭിച്ചതുകൊണ്ട് സകല മനുഷ്യരിലേക്കും ഈ മനസാക്ഷിയുടെ ധാർമ്മികതയിലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലും യേശുക്രിസ്തുവിന് മുമ്പും പരിശുദ്ധാത്മാവുണ്ട്, യേശുക്രിസ്തുവിന് ശേഷവും പരിശുദ്ധാത്മാവുണ്ട്. എന്താ പ്രത്യേകത? പലരും ചോദിക്കുന്ന ചോദ്യം അത്. യേശുക്രിസ്തുവിന് മുമ്പ് പരിശുദ്ധാത്മാവില്ലേ? പിന്നെ എന്തിനാണ് യേശുക്രിസ്തു സഹായകനായ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് പറയാൻ കാരണം? മുമ്പ് പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ. മുസ്ലിംസായിട്ട് ഡിബേറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു കാര്യം അത്. സഹായകനായ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന് മുമ്പും പരിശുദ്ധാത്മാവുണ്ട്, പിന്നെന്തിനാ സഹായകനായ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് നിങ്ങൾ പറയുന്നത്? പരിശുദ്ധാത്മാവിനെ അല്ല അയച്ചത്, മുഹമ്മദ് നബീനെ അയച്ചെന്നൊക്കെ പറയും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന് മുമ്പും പരിശുദ്ധാത്മാവുണ്ട്, യേശുക്രിസ്തുവിന് ശേഷവും പരിശുദ്ധാത്മാവുണ്ട്. എന്താ വ്യത്യാസം? യേശുക്രിസ്തുവിന് മുമ്പ് വരെ പരിശുദ്ധാത്മാവായ ദൈവം ഒരേ സമയം ഒരു വ്യക്തിയിലെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലെ പ്രവർത്തിക്കുന്നുള്ളൂ. അതാണ് പ്രത്യേകത. ഒരു വ്യക്തിയിൽ മുഴുവനായി നിൽക്കുകയില്ല, ആ വ്യക്തി വിട്ടുപോവുകയും ചെയ്യും. അബ്രാഹാം കഴിഞ്ഞാൽ ഇസാഖിൽ, ഇസാഖ് കഴിഞ്ഞാൽ യാക്കോബിൽ, ഇങ്ങനെ ജോസഫിൽ, അതുപോലെ തന്നെ മോശയുടെ കാലത്തൊരു സംഭവം നടക്കുന്നുണ്ട്. മോശയുടെ സമയത്ത് മോശയിൽ പരിശുദ്ധാത്മാവ് ആവസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ദൈവത്തിന്റെ അടുത്ത് മോശ എന്ന് പറയുന്നുണ്ട്, നേതാക്കന്മാരെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ദൈവം 70 നേതാക്കന്മാരെ ഇസ്രായേൽ ജനതം തെരഞ്ഞെടുത്തിട്ട് സീനായി മലയുടെ മുകളിലേക്ക് കൊണ്ടുവരാൻ പറയും. മോശയും 70 നേതാക്കന്മാരും കൂടി സീനായി മലയുടെ മുകളിലേക്ക് പോവുക. അങ്ങനെ പോയി കഴിഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പക്ഷെ ഈ 70 പേരിലെ 2 പേര് പാളയത്തിനകത്ത് നിന്നു. 2 പേര് നാണംകുണിയോളാ, അവര് മുകളിൽ പോയില്ല. അങ്ങനെ അവരവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവർ വിവിധ ഭാഷകളിൽ സ്തുതിക്കാൻ തുടങ്ങി, പ്രവചിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രവചിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ 2 പേര് പാളയത്തിനകത്തിരുന്ന് പ്രവചിക്കുക. ഈ 2 പേര് അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാ, അവരും പ്രവചിക്കാൻ തുടങ്ങി പാളയത്തിനകത്ത്.
ഇത് മലമുകളിൽ ബാക്കിയുള്ള ആളുകൾ മലമുകളിൽ പ്രവചിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തിരുന്ന വ്യക്തി ജോഷാണെന്നെ ഓർമ്മ മോശയോട് പറഞ്ഞു, ഇതാ നോക്ക്, രണ്ടുപേര് പാളയത്തിനകത്ത് നിന്ന് പ്രവചിക്കുക, അവരോട് മിണ്ടാതിരിക്കാൻ പറയട്ടെ ഞാൻ പോയിട്ട് എന്ന് പറയാ ജോഷ. അപ്പൊ മോശ പറയുന്ന ഉത്തരം ഉണ്ട്, എന്താണെന്നറിയാം, നീ മിണ്ടാതിരിക്കേ, ഈ രണ്ടുപേര് മാത്രമല്ല പാളയത്തിലുള്ളവർ മുഴുവൻ പ്രവചിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അത് ആ കാലഘട്ടത്തിൽ നടന്നില്ല. പാളയത്തിനകത്തുള്ള എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തോടെ, എന്താ മോശയ്ക്ക് മാത്രം കൊടുക്കണേ? എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല. അവർക്ക് ആ കൃപയൊന്ന് കൊടുത്തു, പിന്നെ അവർ പ്രവചിച്ചില്ല, കഴിഞ്ഞു. പക്ഷെ മോശയ്ക്ക് മുഴുവനായിട്ട് ലഭിച്ചിരുന്നു. അതെന്തുകൊണ്ടാണ് ഇസ്രായേൽക്കാർക്ക് മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ ആ കൃപ ലഭിക്കാതിരുന്നത്? അത് കിട്ടില്ല, ഒരു വ്യക്തിയിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേ ഉള്ളൂ ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ടാണ് അതിന്റെ തുടർച്ച. വീണ്ടും നമുക്ക് കാണാം, സാമുവേൽ പ്രവാചകൻ രാജാവിനെ വേണമെന്ന് ജനം കൂടി പറഞ്ഞപ്പോ ദൈവം തെരഞ്ഞെടുത്തിട്ട് സാവൂളിനെ അഭിഷേകം ചെയ്യുന്നുണ്ട്. സാവൂളിനെ അഭിഷേകം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് അവന് വന്ന് ആവസിച്ചു. അവൻ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം അവൻ തിരസ്കൃതനായപ്പോൾ ദൈവം പറഞ്ഞു, സാവൂളാണ് ശരിയല്ല, നീ കാര്യം ചെയ്യണം, ഇന്നടുത്തൊരു പയ്യനുണ്ട്, അവനെ പോയി അഭിഷേകം ചെയ്യും. അപ്പൊ സാമുവേൽ എന്ത് ചെയ്തു? ദാവീദിലേക്ക് പോയി ദാവീദിനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവ് ആരുടെ മേൽ വന്ന് ആവസിച്ചു? ദാവീദിന്റെ മേൽ വന്ന് ആവസിച്ചു. തൊട്ടടുത്ത വചനം എങ്ങനെയാ പറയുന്നത്? സാവൂളിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോയി ആ സ്പേസിലേക്ക് ഒരു ദുരാത്മാവ് കയറിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രത്യേകത. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതയും കൂടിയത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പോയി. പിന്നെ കാണാം, സാമുവേൽ അരികിലേക്ക് ദാവീദ് ഒളിച്ചോടി എത്തുന്നുണ്ട്. അപ്പൊ സാവൂള് ദാവീദിനെ കൊല്ലാൻ ഒരു 50 പേരെ വിട്ടു. 50 പേര് ചെന്നിട്ട് ദാവീദിന്റെ അടുത്ത് ചെന്നു. ദാവീദും സാമുവേലൊക്കെ പ്രവചിക്കുക. അത് കണ്ടിട്ട് ഈ 50 പേരും ചെന്നപ്പോൾ അവനെ പിടിക്കാൻ ചെന്നവരാ അവിടെ വന്നപ്പോൾ അവരും പ്രവചിക്കാൻ ആരംഭിച്ചു. പിന്നെ അവർ വരുന്നില്ലേ. അപ്പൊ സാവൂള് വീണ്ടും ഒരു 50 പേരെ വിട്ടു. അവരും വന്നപ്പോ അവരും പ്രവചിക്കാൻ ആരംഭിച്ചു. അവര് തിരിച്ചു പോയില്ല. ആസ്വദിച്ച് പ്രാർത്ഥിക്കുക ഭാഷാവരത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ. അപ്പോൾ അവസാനം ആര് പോയി? സാവൂളും പോയി. പിടിക്കാൻ പോയതാ സാവൂളും. മുമ്പിലുണ്ട് ദാവീദ്, മുമ്പിലുണ്ട് സാമുവേല്. പരിശുദ്ധാത്മാവ് അവിടെ ആവസിക്കുന്നത് കൊണ്ട് അവിടെ വന്ന സാവൂളും ഇരുന്ന് പ്രവചിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ കാണാൻ സാധിക്കും. ഇതിങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കടന്നില്ല. ഇതിനെപ്പറ്റി വളരെ വ്യക്തമായി കാണുന്ന ഒരു ഭാഗമുണ്ട്. 1 രാജാക്കന്മാർ 22-ാം അധ്യായത്തിലെ 24-ാമത്തെ തിരുവചനം. അപ്പോ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി പറയാം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്രകാരമാണ്. യഹോശാഫാത്ത് രാജാവും ആഹാബ് രാജാവും കൂടി യുദ്ധത്തിന് പുറപ്പെടുക. ആ യുദ്ധത്തിന് പോകുമ്പോ റാമോത്ത് ഗിലിയാദ് സിറിയ രാജാവിൽ നിന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധത്തിന് പോകുന്നത്. സിറിയ രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യാൻ പോണ്, ഒരു സ്ഥലം പിടിച്ചെടുക്കും. ആരാ പോകുന്നത് യുദ്ധത്തിന്? യഹോശാഫാത്ത് രാജാവും ആഹാബ് രാജാവും കൂടി ഒരുമിച്ചാണ് യുദ്ധത്തിന് പോണേ. യഹോശാഫാത്ത് രാജാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിശുദ്ധനായൊരു മനുഷ്യനാണ്. ആഹാബ് രാജാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാപിയായൊരു മനുഷ്യന്, വിഗ്രഹാരാധകനായൊരു മനുഷ്യന്. രണ്ടുപേരും ചേർന്ന് യുദ്ധത്തിന് പോകുമ്പോൾ ആഹാബിന്റെ അടുത്ത് യഹോശാഫാത്ത് രാജാവ് പറഞ്ഞു, പോണമെന്നൊക്കെ കൊള്ളാം, കർത്താവിന്റെ ആത്മാവ് ഒരു പ്രവാചകനോട് സംസാരിക്കാതെ ഞാൻ പോകില്ല. അങ്ങനെ പറഞ്ഞപ്പോ പ്രവാചകന്മാരെല്ലാം വിളിക്കാൻ പറഞ്ഞു. ആഹാബും ഇരിക്കുന്നുണ്ട്, യഹോശാഫാത്ത് രാജാവ് ഇരിക്കുന്നുണ്ട്. പ്രവാചകന്മാർ വരിവരിയായി നിൽക്കുക. അത് നിൽക്കുമ്പോൾ ഓരോ പ്രവാചകന്മാരും ചോദിച്ചു, ഞങ്ങൾ യുദ്ധത്തിന് പോകണോ? അപ്പൊ ആ പ്രവാചകന്മാർ പറഞ്ഞു, യുദ്ധത്തിന് പോയിക്കൊള്ളൂ, വിജയിക്കും. എല്ലാവരും പറയാൻ. അപ്പൊ മിക്കയാണ് അന്ന് ഏറ്റവും നല്ല അഭിഷേകമുള്ള പ്രവാചകൻ. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന വ്യക്തി മിക്കയാണ്.
മിക്ക പ്രവാചകൻ പറയാതെ ഞാൻ പോകില്ല എന്ന് യഹോശഫത്ത് രാജാവ് പറയാൻ. അപ്പൊ യഹോശഫത്ത് രാജാവിന്റെ ആളുകൾ ഭടന്മാര് പോയിട്ട് മിക്കാനെ പിടിച്ചുകൊണ്ടുവരുമ്പോ പറഞ്ഞു കൊടുക്കണ്ടേ, സൂത്രം പറഞ്ഞു കൊടുക്കണ്ടേ. കൊണ്ടുവന്നവര് മിക്കായോട് പറഞ്ഞേ, അത് അവിടെ പ്രവാചകന്മാരെല്ലാം പ്രവചിച്ചിട്ടുണ്ട്, അവിടെ എല്ലാവരും യുദ്ധത്തിന് പൊക്കോളം പറഞ്ഞിട്ടുമുണ്ട്, നീയെങ്ങാനും പോയി തലതിരിഞ്ഞ് പറയാൻ നിൽക്കണ്ട. കാരണം അവരൊക്കെ പ്രവചിക്കുക തന്നെ ചെയ്തിട്ടുള്ളത്. അതൊരു മുന്നറിയിപ്പ്, ഒരു ഐഡിയ പറഞ്ഞുതരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തിരിക്കുക. മിക്ക അവരോട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് എന്താ പറയുന്നത് അത് ഞാൻ പറയുന്നു. യുദ്ധത്തിന് അവർ മുമ്പിലേക്ക് വന്നു നിന്നു. മിക്കാട് ചോദിച്ചു, യുദ്ധത്തിന് പോകണോ വേണ്ടയോ? മിക്ക പറഞ്ഞു, പോയിക്കോളൂ, വിജയിക്കും. എന്ത് ഇങ്ങനെ പറയുന്നത്? ഒന്ന് പ്രവചിച്ചു പറയും. ഓ പോകൂ, വിജയിക്കും എന്നൊക്കെ പറയും. നിങ്ങൾ പൊക്കോ, വിജയിച്ചോളും. വീണ്ടും മിക്ക പറയാ, ഓ ഇങ്ങനെ പോരാ, പ്രവചനം ഇത്ര പോരാ, സ്ട്രോങ് ആക്കി പറയൂ, പ്രവചിച്ചു പറയൂ എന്ന് യഹോശഫത്ത് രാജാവ് ആവശ്യപ്പെടുകയാണ്. അപ്പോ യഹോശഫത്ത് രാജാവിന്റെ ആവശ്യമനുസരിച്ച് മിക്ക പറഞ്ഞു, ഞാനൊരു ദർശനം കണ്ടു. ദൈവത്തിന്റെ സന്നിധിയിൽ മാലാഖമാർ ചർച്ച ചെയ്യുക. ഇതാണ് ദർശനം. യുദ്ധത്തിന് പോയി ആഹാബ് രാജാവ് വധിക്കപ്പെടാൻ എന്ത് ചെയ്യണം? ഇതാണ് ചർച്ചാ വിഷയം. അപ്പോൾ ഒരു ആത്മാവ് എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ നുണയുടെ ആത്മാവുമായി പ്രവാചകന്മാരുടെ നാവിലിരിക്കും, അവർ പ്രവചിക്കും, അങ്ങനെ യുദ്ധത്തിന് പോകും, ആഹാബ് മരിക്കും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ ഇതാണ് പ്രവചനമായിട്ട് പറഞ്ഞത്. അപ്പൊ എന്നിട്ട് പറഞ്ഞു, ആഹാബേ നീ മരിക്കാനായി പോണേ എന്ന് പറയാ. ഇത് പറഞ്ഞപ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന കെനായുടെ മകൻ സദക്കിയ മിക്കായുടെ അടുത്ത് വന്ന് അവന്റെ ചെകിട്ട് തടിച്ച് ചോദിച്ചു, കർത്താവിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ എങ്ങനെയാണ് എന്നെ വിട്ടുപോയത്? എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അവർക്കറിയാം, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുന്നു, അവൻ പ്രവചിക്കുന്നു, അടുത്ത ആൾ വരുമ്പോൾ ഇവനിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്നു, അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നു, അവൻ പ്രവചിക്കുന്നു, പിന്നെ അടുത്ത ആൾ വരുമ്പോൾ അവനിൽ നിന്ന് വിട്ടുപോകുന്നു, മറ്റാൾ പ്രവേശിക്കുന്നു. ഇങ്ങനെയാണ് അവർ പ്രവചിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അങ്ങനെയാണെന്ന് അവർക്കറിയാം. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ? മിക്ക പ്രവചിക്കുന്നു പരിശുദ്ധാത്മാവിൽ, തൊട്ടപ്പുറത്തിരിക്കുന്ന സദക്കയ്യ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ആത്മാവിൽ. അപ്പൊ അവൻ പറയാണ്, എന്റെ ഉള്ളിലുണ്ട്, പിന്നെ എങ്ങനെ എന്നെ വിട്ടുപോവാടെ, നീ എങ്ങനെ പ്രവചിക്കുന്നേ എന്നാ ചോദ്യം സദക്കിയയുടെ. അപ്പൊ സദക്കിയയോട് മിക്ക പറയുന്ന കാര്യം എന്താ? മോനെ, നിന്റെ ഉള്ളിലിരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, നുണയുടെ ആത്മാവാണ്. അങ്ങനെ പറയുന്ന അറിയാമോ? ആഹാബ് യുദ്ധത്തിന് പിടിക്കപ്പെടുമ്പോ നീ ഗുഹകളിൽ ഒളിക്കുമ്പോ നിനക്ക് മനസ്സിലാവും ഏതാ ശരി എന്നുള്ള കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? സംഭവിപ്പുറം മിക്ക പറഞ്ഞതുപോലെ സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി പഴയ നിയമത്തിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരപ്പെടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഇങ്ങനെ പകരപ്പെടുകയാണ് ചെയ്യുന്നത്. ഏതുവരെ പുതിയ നിയമ കാലഘട്ടത്തിൽ എത്തുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകർന്ന് 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 എവിടെ വരെ എത്തുക? യേശുവിന്റെ കാലഘട്ടത്തിൽ എത്തുക. ഇതിന് ബൈബിളിൽ CCCയിൽ പറയുന്ന കാര്യമുണ്ട്. ക്രിസ്തുവിന്റെ ആത്മാവ് കാലത്തിന്റെ തികവിൽ, CCC 717 അതാണ്. അപ്പൊ അതിനു മുമ്പ് പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ആത്മാവും വചനവും വാഗ്ദാനങ്ങളുടെ കാലത്ത് CCC 702, ക്രിസ്തുവിന്റെ ആത്മാവ് കാലത്തിന്റെ തികവിൽ 717 മുതൽ ആത്മാവും സഭയുടെ അവസാന നാളുകളും 731 വരെ. ഇങ്ങനെ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടാണ് പരിശുദ്ധാത്മാവിനെ പറ്റിയിട്ട് CCC പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുവരെ ഇങ്ങനെയാണെങ്കിൽ യേശുവിന്റെ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, മറ്റൊന്നിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആരുടെ മേലാണ് ഈ ദൗത്യം കടന്നു വന്നിരിക്കുന്നത്? പരിശുദ്ധ അമ്മയുടെ മേൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ പറയുന്നത് ജ്ഞാനത്തിന്റെ ഇരിപ്പിടം പരിശുദ്ധ അമ്മ. പുതിയ നിയമ കാലഘട്ടത്തിലെ പരിശുദ്ധ അമ്മയ്ക്ക്, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ പരിശുദ്ധ അമ്മയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഇരിപ്പിടമാകാനായിട്ട്. ദൈവം ഇറങ്ങി വന്ന ഗോവണിയാണ് അവൾ എന്ന് അപ്പുറം തിരുമേനി, വിശുദ്ധ അപ്പുറം പറയുന്നത് കൊണ്ടാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതുവരെ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് പകരപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് ആവസിച്ചു. പിന്നീട് പരിശുദ്ധ കന്യാമറിയം എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവളുടെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. പരിശുദ്ധാത്മാവ് അവനിലേക്ക് ആ ദൗത്യം പകരപ്പെട്ടു. പിന്നെ ദൗത്യം സ്നാപയോഹന്നാനാണ് കൊണ്ടു നടക്കുന്നത്. അങ്ങനെ സ്നാപയോഹന്നാൻ സ്നാനം നൽകുന്ന സമയത്ത് യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. പരിശുദ്ധാത്മാവിന്റെ ദൗത്യം പ്രാവണ്യ രൂപത്തിൽ യേശുവിലേക്ക് വരുമ്പോൾ ഈ ഒരു ദൗത്യം, പരിശുദ്ധാത്മാവിന്റെ ദൗത്യം സ്നാപകൻ പൂർണ്ണമായി എടുക്കുന്നു, യേശു ആരംഭിക്കുകയാണ്. അത് കണ്ടിട്ടാണ് സ്നാപയോഹന്നാൻ പറയുന്നത്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. യേശു ക്രിസ്തു തന്റെ ദൗത്യം നിർവഹിച്ചതിന് ശേഷം മരിച്ച് സ്വർഗാരോഹണം ചെയ്തു. സ്നാപയോഹന്നാനും മരിച്ചു. ഇപ്പോൾ ഭൂമിയിൽ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണുള്ളത്? പരിശുദ്ധ അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവളുടെ കൂടെ ഇരിക്കണം പെന്തക്കുസ്തായിൽ. ആത്മാവിന്റെ പ്രത്യേകത പകരപ്പെടുന്ന ആത്മാവായി. നേരത്തെ പറഞ്ഞില്ലേ, സാമുവേൽ പ്രവാചകന്റെ അടുത്ത് 50 പേര് വന്നപ്പോൾ അവര് പ്രവചിക്കാൻ ആരംഭിച്ചു. ഇത് പകരപ്പെടുന്ന ആത്മാവ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഒരുമിച്ചിരുന്ന കൂട്ടായ്മയിലെ പകരാൻ. പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ഈ ദൗത്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട്. അപ്പോൾ സ്നാപയോഹന്നാനും ഇല്ല, യേശു സ്വർഗ്ഗാരോഹണം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അവളുടെ കൂടെ ഇരിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ നഗരം വിട്ടു പോകരുത്, എല്ലാവരും ഒരുമിച്ചിരിക്കൂ, സജീവമാളികൾ ഒരുമിച്ച് കൂടൂ. അവർ ഏക മനസ്സോടെ പരിശുദ്ധ അമ്മയോടൊപ്പം, ഈശോയുടെ അമ്മയോടൊപ്പം ആയിരുന്നു സജീവൻ മാളികയിൽ. അവിടെ പരിശുദ്ധമ്മ ഇറങ്ങി വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ട് പരിശുദ്ധാത്മാവിന്റെ. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ കടന്നു വരവ് പെന്തക്കുസ്തായില. സ്ഥൈര്യലേപനത്തിന്റെ ഫലം പറയാം. സ്ഥൈര്യലേപനത്തിന്റെ ക്ലാസ്സിലേക്ക് ഞാനത് പറയാം. പരിശുദ്ധാത്മാവിന്റെ ആവാസം കടന്നു വരുന്നത് പെന്തക്കുസ്തായില. സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതെല്ലാം അവിടെ മുതൽ എന്താ സംഭവിക്കുന്നത്? അതിനൊരു മാറ്റം സംഭവിക്കാം. ഈ മാറ്റ പ്രകാരമാണ് സകലരിലും പരിശുദ്ധാത്മാവ്. എന്താണ് പെന്തക്കുസ്താ നാളിൽ പത്രോസ് ശ്ലീഹായുടെ പ്രസംഗം? ജോയൽ പ്രവാചകനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പത്രോസ് ശ്ലീഹായുടെ പ്രസംഗം ഇപ്രകാരമായിരുന്നു: ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യന്മാരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 17 മുതൽ വചനം. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനവും ഉണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരും ദാസികളുടെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്യും. അതുവരെ മോശ എന്താ പറഞ്ഞത്? പാളയത്തുള്ള എല്ലാവരും പ്രവചിക്കണമെന്ന് എന്റെ ആഗ്രഹം. നടന്നില്ല. എന്നാൽ യേശുവിന് ശേഷം പരിശുദ്ധാത്മാവിനെ എല്ലാവരുടെ മേൽ വർഷിക്കപ്പെടുകയാണ്. ആരുടെ മേൽ? പുത്രന്മാരും പുത്രിമാരും യുവാക്കളും വൃദ്ധന്മാരും എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് പൂർണ്ണമായി ആവസിക്കാൻ പോവുകയാണ്. ആഗ്രഹിച്ചാൽ മതി, എന്നിലും നിങ്ങളിലും പരിശുദ്ധാത്മാവ് വസിക്കും. എന്താ കാരണം? ഏകനായ ദൈവം അനേകരിൽ വസിക്കാൻ വേണ്ടി അനേകമായി വിഭജിക്കപ്പെട്ടു, മുറിയപ്പെട്ടു. അതാണ് കുരിശിൽ സംഭവിച്ചത്. കുരിശിൽ യേശു ക്രിസ്തു എന്ന ദൈവം വിഭജിക്കപ്പെട്ടു. എങ്ങനെ വിഭജിക്കപ്പെട്ടെ? ശരീരം വേറെ, രക്തം വേറെ. അവന്റെ ശരീരം ചാട്ടവാറടിയേറ്റ് ചിത്രിക്കപ്പെട്ടു. അവന്റെ രക്തം ആണിപ്പാടുകളിലൂടെ എല്ലാം ഒഴുകി ഇറങ്ങി, തിരുവിലാവിൽ നിന്ന് ഒഴുകി ഇറങ്ങി. ദൈവത്തിന്റെ രക്തം അവിടെയൊക്കെ തെളിച്ചിക്കാന്നേ, ഭൂമിയിൽ വീണുക. ദൈവത്തിന്റെ ശരീരം ചിതറിപ്പോയേക്ക ഭൂമിയിലെ. അങ്ങനെ ഏകനായ ദൈവം അനേകമായി വിഭജിക്കപ്പെട്ടു. അതാണ് കുരിശിൽ സംഭവിച്ചത്. അതിന്റെ അനുഭവമാണ് ഈ കുരിശിൽ ചിതറിക്കപ്പെട്ട ഈ ദൈവത്തിന്റെ ഈ ചിതറിക്കപ്പെട്ട ഏകനായ ദൈവം അനേകമായി ചിതറിക്കപ്പെട്ടത് കൊണ്ടാണ് അനേകരിൽ പരിശുദ്ധാത്മാവ് വന്ന് ആവസിക്കുന്നത്.
അതാണ് പെന്തക്കോസ്ത് അനുഭവം. അതെപ്പോഴും നമ്മൾ ആഘോഷിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ അപ്പമെടുത്ത് മുറിക്കുമ്പോൾ കുരിശുമരണം സംഭവിക്കുന്നത്, അത് ഒന്നാക്കപ്പെടുകയും ചെയ്യുകയാണ്. നമ്മൾ ഒരു അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ ക്രിസ്തുവിൽ ഒന്നാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ശരിക്കും 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ ഇത് പറയുന്നുണ്ട്, 17 മുതലുള്ള വാക്യങ്ങളിൽ. പതിനാല് മുതൽ 15, 16. നാം ആശീർവാദിക്കുന്ന അനുഗ്രഹത്തിന്റെ ഭാഗഭാഗിത്വം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? 17 പറയുക, അപ്പം ഒന്നേയുള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്, ഒരേ അപ്പത്തിൽ നാം ഭാഗഭാഗികളുമാണ്. എന്താ പറഞ്ഞതിന് അർത്ഥം എന്നറിയോ? പരിശുദ്ധാത്മാവ് ഒന്നേയുള്ളൂ, അപ്പം ഒന്നേയുള്ളൂ, അത് ക്രിസ്തുവിന്റെ ശരീരമാണ്. നമ്മളെല്ലാം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. നമ്മളെല്ലാം സ്വീകരിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നാം എല്ലാവരും ഭാഗവാക്കുകളാവുകയാണ്. അപ്പോൾ ഒരു ശരീരമായി നമ്മൾ മാറുകയാണ്. ആ ഒരു ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏകനായ പരിശുദ്ധാത്മാവ് അനേകരിൽ വസിക്കുന്നു. പക്ഷെ ഒരുവനിലാണ് വസിക്കുന്നത്, യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരുവനിൽ, ഒരു അപ്പത്തിൽ. അതിന്റെ ഭാഗമാണ് നമ്മൾ. ഇതാണ് പ്രത്യേകത. അതാണ് പറഞ്ഞത്, ഏകനായ ദൈവം അനേകരിൽ വസിക്കുകയാണ്. ഇതാണ് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത. അത് നമുക്ക് ലഭിക്കുന്നത് സ്ഥൈര്യലേപനത്തിലൂടെയാണ്. പക്ഷെ അത് നമ്മൾ അഭിഷേകമായി ഊതി കത്തിക്കേണ്ടതുണ്ട്. കനലുണ്ടായതുകൊണ്ട് കാര്യമില്ല, അത് ഊതി കത്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവ് തമ്മിൽ ആവസിക്കണം. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും വരങ്ങളും നിറയപ്പെടണം, ഫലങ്ങളൊക്കെ നിറയപ്പെടണം. ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ്. ദൈവിക ജീവനിൽ വളരുക എന്നത് നമ്മുടെ കടമയാണ്. അതുകൊണ്ടാണ് നാം അനുദിനം വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്. എന്നോട് ചോദിച്ചില്ലേ സഹോദരൻ, ഒരു പ്രാവശ്യം സ്വീകരിച്ച പോലെ പിന്നെ നിത്യജീവൻ കിട്ടിയല്ലോ, ഇതിന് അനുദിനം. ഇത് ദൈവിക ജീവനെ വളർത്തുന്ന. ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ മതിയോ ജീവിക്കാൻ? എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കണ്ടേ? കാരണം അത് ജീവനെ നിലനിർത്തുകയാണ്. ഇതുപോലെ ദൈവിക ജീവനെ പരിപോഷിപ്പിക്കുകയും വളർത്തുകയും ചെയ്യേണ്ടത് കുദാശകളിലൂടെയാണ്. അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം, അത് എന്നും വേണം. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ അനുദിനം അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കുചേർന്നു. അനുദിനം അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ അവർ പങ്കുചേർന്നു എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? പരിശുദ്ധാത്മാവിന്റെ ഉറവിടമാണ് വിശുദ്ധ കുർബാന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ കൃപാവരം നമ്മുടെ ഉള്ളിൽ. നമ്മൾ വ്യക്തിപരമായി ചിന്തിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, മനുഷ്യരിൽ ദൈവം ഒരു തൃത്വം വെച്ചിട്ടുണ്ട്. തൃത്വം എന്താണത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്റെ ആത്മാവ്, എന്റെ ശരീരം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ആയിരിക്കുന്നത് പോലെ എന്റെ ശരീരം, എന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. തൃത്വം. അപ്പൊ ഞാൻ ദൈവമായ ഒരു ബന്ധം ഉണ്ടാകണമെങ്കിൽ എന്റെ ഉള്ളിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. റോമ 5:5 നമുക്ക് വായിക്കാം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തെന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം സമൃദ്ധമായി ചൊരിയപ്പെട്ടിരിക്കുന്നു. അല്ലെ? പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. കണ്ണുണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ, അല്ലെ? ചെവി ഉണ്ടെങ്കിലേ കേൾക്കാൻ പറ്റുള്ളൂ, നാവുണ്ടെങ്കിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. കണ്ണില്ലാത്ത വ്യക്തി പറയുകയാണ്, പ്രപഞ്ചത്തിൽ ഒന്നും കാണാനില്ല, കാഴ്ചയില്ല. വെറുതെ നിങ്ങൾ നുണ പറയുന്നതാ, കാരണം എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പറഞ്ഞത് ശരിയാണോ? ആ വ്യക്തിയുടെ കുഴപ്പമാണ്. പുറത്തൊക്കെ എല്ലാ കാഴ്ചകളും ഉണ്ട്, ആ വ്യക്തിക്ക് കണ്ണില്ല, അതാണ് പ്രശ്നം. ഒരു ഡെഡ് ബോഡിയെ ആ ഭാര്യ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ്. നിങ്ങളെന്നെ വിട്ടുപോയല്ലോ, കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ്. ഡെഡ് ബോഡി വല്ലതും അറിയുന്നുണ്ടോ? ഒന്നും അറിയുന്നില്ല. കാരണം അതിന് ജീവനില്ല. ഉമ്മ വയ്ക്കാത്ത കുറവുണ്ടോ? കുറവില്ല. ഉമ്മ വയ്ക്കുന്നുണ്ട്, അനുഭവിക്കുന്നില്ല.
ഇതുപോലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു, നമ്മുടെ ഉള്ളിൽ ആവസിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ഒപ്പം നടക്കുന്നു, നമ്മുടെ കൂടെ ആയിരിക്കുന്നു. നമ്മൾ വല്ലത് അറിയുന്നുണ്ടോ? നമ്മൾ പറയുന്നു ദൈവമില്ല. എന്താ കാരണം? നമ്മുടെ ഉള്ളിൽ ദൈവിക ജീവനില്ല, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. അത് കാരണം ദൈവത്തിന്റെ അളവറ്റ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നില്ല. ഞാൻ അനുഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ദൈവം സ്നേഹിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ഉള്ളിൽ അവയവമില്ല, അതാണ് പ്രശ്നം. അവയവത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അവയവം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനുണ്ടെങ്കിൽ ഞാനും ദൈവവും തമ്മിലൊരു ബന്ധത്തിലെത്തി. പിന്നെ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ദൈവമില്ലെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചാൽ പോലും നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ക്രിസ്തുമതത്തിന് പ്രത്യേകത, ക്രിസ്തുമതത്തിന് മാത്രമേ ഈ ഒരു ദൈവിക അനുഭവം ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റു മതങ്ങളിലെ ആത്മാക്കൾ അനുഭവങ്ങളുണ്ട്, ദുരാത്മാക്കളിലെയോ മറ്റാത്മാക്കളിലൊക്കെ അനുഭവങ്ങളുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അനുഭവങ്ങളുണ്ടാകും. അതാണ് അവർ ദൈവമെന്ന് വിളിക്കാറുണ്ട്. അതാണ് ഈ തിന്മ ശക്തി ഉപയോഗിച്ചുകൊണ്ടൊക്കെ മാജിക്കുകൾ ചെയ്യും. അവർ ദൈവമുണ്ടെന്ന് അങ്ങനെ വിശ്വസിക്കും, അത് ദൈവമായിട്ട് കരുതും. അതുപോലെ തന്നെ മതങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയാം. ഹല്ലേലൂയ. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായി ഒരു ബന്ധം നമുക്കുണ്ട്. അത് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കൂ. പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ദൈവവുമായി യാതൊരു ബന്ധവും ലഭിക്കില്ല. എത്രയെല്ലാം അറിവ് എഴുതി വെച്ച് പഠിച്ചു വെച്ചാലും പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വന്തമാക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം യാന്ത്രികമായിരിക്കും. പ്രത്യേകിച്ച് ഒരു ഡിബേറ്റിന് പോവുകയോ ആൾക്കുമായി സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കരുത് കുറെ ബൈബിള് കാണാപാഠം പഠിച്ച് വചനം പഠിച്ചു വെച്ച് ഡയലോഗ് ചെയ്ത് ജയിക്കാമെന്ന് കരുതരുത്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാണ്. കുറെ വചനങ്ങൾ പെന്തോസ്താരുടെ അടുത്തൊക്കെ സംസാരിക്കാൻ പോയാൽ പ്രത്യേകത ഇവിടുന്ന് ഒരു വചനം എടുക്കും, അപ്പുറത്തുനിന്ന് ഒരു വചനം എടുക്കും. അവർക്ക് ആവശ്യമായ തീരെ അവർ ശരിയാക്കി വെക്കും. എന്നിട്ട് പറയും ഇതിന്റെ ഇണവചനം അപ്പുറത്തുണ്ട്, അതിന്റെ ഇണവചനം ഇപ്പുറത്തുണ്ട്. അവരോട് തെളിയിച്ചു തരും. സത്യമാണോ? സത്യമായിട്ട് എന്തൊരു ബന്ധം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു ബന്ധം കിട്ടണം. പരിശുദ്ധാത്മാവാണ് ബന്ധം കിട്ടണം. ഈ ബന്ധത്തിൽ വളരാൻ ആരംഭിക്കണം. അപ്പോഴേ വളർത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ദാഹത്തോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിറയണമേ എന്ന് പറഞ്ഞ് ദാഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അരൂപി ആത്മാവ് അഭിഷേകമായി കൊണ്ട് നമ്മുടെ ഉള്ളിൽ വന്ന് ആവസിക്കാൻ ആരംഭിക്കും. നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെ സ്ഥൈര്യലേപനം ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ കൃപാവനം മുദ്ര ചെയ്തിരിക്കുക. ജ്ഞാനസ്നാനത്തിലും സ്ഥൈര്യലേപനത്തിലൊക്കെ നമ്മുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ അടിയറ വെച്ചിരിക്കുക, മുദ്ര വെച്ചിട്ട് പൂട്ടിയിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് അറിയാമോ? വേറൊരു ആത്മാവിന് പ്രവേശനമില്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ ആത്മാവാട്ടോ, മുദ്ര, ക്രിസ്തുവിൽ മുദ്ര. ഇതാണ് സ്ഥൈര്യലേപനത്തിലും മാമോദിസയിലും ചെയ്യുന്ന കാര്യം. ഒരു ദുരാത്മാവിനും കയറി വന്ന് ഇരിക്കാൻ പറ്റൂല. പരിശുദ്ധാത്മാവിന് മുദ്ര വെച്ച സംഭവം മായാത്ത മുദ്രയാ. നമ്മളിപ്പോ ഒരു ക്രിസ്ത്യാനി പിശാചിനെ ആവസിപ്പിച്ചാൽ പോലും ആ വ്യക്തി മാനസാന്തരപ്പെടുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയും പിശാചൻ പൊക്കോ, ഇതെന്റെയാ സ്ഥലം, മുദ്ര വെച്ചുള്ള സ്ഥലം, അത് പൊക്കോളാൻ പറയും. അതാണ് സ്ഥൈര്യലേപനത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത്, മാമോദിസയുടെ അഭിഷേകം എന്ന് പറയുന്നത്. അത് മായാത്ത മുദ്രയാ. അത് പരിശുദ്ധാത്മാവിന് സറണ്ടർ ചെയ്തിരിക്കുന്ന ആത്മാവാ. മറ്റു വ്യക്തികളുടെ ഉള്ളിലേക്ക് ഒരു ദുരാത്മാവ് കയറി വന്ന് ഇറങ്ങി പോകാനൊന്നും പറഞ്ഞാലും പോയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അവകാശമില്ല പരിശുദ്ധാത്മാവിന്. ക്രിസ്തുവിൽ അവകാശം വാങ്ങിയിട്ടില്ല. പക്ഷെ ഇത് അവകാശം. ഒരു ക്രിസ്ത്യാനിയുടെ ആത്മാവിനെ ക്ലെയിം ചെയ്യാൻ പരിശുദ്ധാത്മാവിന് പറ്റും. എന്റെ ആത്മാവ് അത് ഇറങ്ങി പോടാന്ന് ഏത് പാപത്തിന്റെ ശക്തിയോടും പറയാൻ പരിശുദ്ധാത്മാവിന് പറ്റും. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ നമ്മുടെ സോമനസ സ്വീകരിച്ച് അഭിഷേകം ആഗ്രഹിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജ്വലിക്കാൻ ആരംഭിക്കുന്നത്. അത് വലിയൊരു അഭിഷേകം. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ സംസാരിക്കാനും നമ്മെ പ്രവർത്തിപ്പിക്കാൻ ആരംഭിക്കുന്നു. ഞാനിതുപോലെ സാധാരണ മനുഷ്യനാണ്. ഞാനൊരു +2 വരെ ഇങ്ങനെ നടക്കുന്ന ഒരു പയ്യനായിരുന്നു.
ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ പഠിക്കാൻ ബുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ധ്യാനകേന്ദ്രത്തിൽ പോയതാ. പരിശുദ്ധാത്മാവ് ഒന്നും പറഞ്ഞാൽ പഠിക്കാൻ ബുദ്ധി കിട്ടും, അതിനുവേണ്ടി ധ്യാനത്തിന് പോയതാ. പരിശുദ്ധാത്മാവേ എനിക്ക് നിന്നെ വേണം, വേറൊന്നും വേണ്ട, എനിക്ക് നിന്നെ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ധ്യാനത്തിന്. ഡിവൈനിൽ ധ്യാനം കൂടി 2002 ഒറ്റ ആകേണ്ടതുള്ളൂ, പരിശുദ്ധാത്മാവ് എന്നെ വന്നെന്ന് അറിയണം. എന്താ വേണ്ടത്? തിങ്കളാഴ്ച ചെന്നു, കുമ്പസാരിച്ചു. ചൊവ്വാഴ്ച വിശുദ്ധമായപ്പോൾ ഞാൻ പറഞ്ഞു, ഹൃദയശക്തിയുള്ള ഒരു ഭാഗ്യം പരന്തെന്ന് ദൈവത്തെ കാണും. എനിക്ക് വേണം ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ വേണം എന്ന് പറഞ്ഞ, ഇല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു ദൈവത്തോട്. അങ്ങനെ ദൈവം പിന്നെ ഇല്ല, ഞാൻ വിശ്വസനല്ലേ, ഹൃദയശക്തി ഉണ്ടെങ്കിൽ ദൈവത്തെ കാണും, വചനമല്ലേ മത്തായി 5:8. എനിക്ക് ദൈവത്തെ കാണണം, ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കില്ല. വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോൾ ആന്റണി പയ്യപ്പില്ല ചേക്ക് ഓർമ്മയുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷോക്ക് അടിക്കുന്ന ഒരു അനുഭവമാണ്. ഒരു കൈ മുതൽ ഇങ്ങനെ തലയിലൂടെ സ്പർശിച്ച് മറ്റു കൈയിലൂടെ ഷോക്ക് അടിക്കുന്ന അനുഭവം ഇങ്ങനെ പോവാണ്. അപ്പോൾ അച്ഛൻ വിളിച്ചു പറയാ, ജിൻഡോ എന്ന മകൻ ഈശോ സ്പർശിക്കുന്നു. അന്ന് ഭാഷാവരത്തിൽ 1.5 മണിക്കൂർ ആരാധനയിൽ ഭാഷാവരത്തിൽ നിന്ന് സ്തുതിക്കാൻ ആരംഭിച്ചു. അതാണ് എൻ്റെ ദൈവാനുഭവം. അവിടെ മുതൽ ദൈവമായൊരു ബന്ധം എനിക്ക് കിട്ടുകയാണ്. പിന്നെ ഈശോ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊന്നുമല്ല പഠിപ്പിക്കുന്നത്, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങി. ഈശോ ഇങ്ങനെ ബോധ്യങ്ങൾ തരാൻ തുടങ്ങി. അന്ന് മുതൽ ഞാൻ +2 കഴിഞ്ഞപ്പോൾ എഴുതിയ പുസ്തകം എൻ്റെ വീട്ടിലുണ്ട്. ഒരു ഡയറി, ഒരു പുസ്തകം, ഒരു റെക്കോർഡ് പുസ്തകം എടുത്തിട്ട്, +2ന്റെ റെക്കോർഡ് പുസ്തകം കുറേ പേജ് ബാക്കിയുള്ള ഒരു പുസ്തകം എടുത്തിട്ട് അതിലിരുന്ന് എഴുതി. അന്ന് മുതൽ കിട്ടി. രാത്രി 12 മണി കുത്തിയിരുന്ന് എഴുതും. എന്താണ് എഴുതുന്നത്? കുറേ കാര്യങ്ങളിൽ എഴുതി. ഹല്ലേലൂയ. ഇന്ന് പറയുന്നതും അന്ന് എഴുതിച്ചത് അത് തന്നെ. അന്ന് ഞാൻ എഴുതി വെച്ചത്. എൻ്റെ വീട്ടിൽ ആ പുസ്തകമുണ്ട്, എൻ്റെ മോളൊക്കെ കണ്ടിട്ടുണ്ട് ആ പുസ്തകം, ഇപ്പോഴും വീട്ടിലുണ്ട്. അത് പുസ്തകമാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ അതിനൊക്കെ നല്ല ഇതിലേക്ക് ഇപ്പൊ കർത്താവ് ഈ ക്ലാസ്സുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ചുരുക്കമായിരുന്നു അന്ന് എഴുതിയ പുസ്തകം. ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. അപ്പൊ അന്ന് കർത്താവ് ഒരു കൃപ തന്നതാ, ഒരു വരമായി എനിക്ക് ലഭിച്ചതായിരിക്കും. ഇതുപോലെ പലർക്കും പല വരങ്ങൾ തരുന്നത്. എൻ്റെ വിചാരം ആദ്യമൊക്കെ എല്ലാവർക്കും ഇത് കിട്ടുന്നതാണ്. പിന്നെ എനിക്ക് മനസ്സിലായത്, ഇത് കർത്താവ് എനിക്ക് തന്ന വരമാണ്, ഇത് ഞാൻ ഉപയോഗിക്കണം, ഈ താലന്ത് എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ്. മറ്റുള്ളവർക്ക് മറ്റൊരു വരം കിട്ടും, അവരത് ഉപയോഗിക്കണം. ഏതൊക്കെ തന്നെ ആയാലും ദൈവത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. എനിക്ക് തന്ന താലന്ത് ഉപയോഗിക്കേണ്ടത് എൻ്റെ കടമ. പ്രൈസ് ദി ലോർഡ്. ഇത് അടച്ചുപൂട്ടി വീട്ടിൽ കുത്തിയിരിക്കാനും എനിക്കറിയാം, പക്ഷെ അത് താലന്ത് കുഴിച്ചിടലാണ്. ഹല്ലേലൂയ. അതാണ് ഈ ധ്യാനത്തിന്റെയും കാരണം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. എല്ലാവർക്കും ഇതുപോലെ വരണമെന്നില്ല. ചിലത് ക്രമമായിട്ടൊന്നും വരിക, ക്രമമായിട്ട് നമ്മൾ അറിയില്ല, മെല്ലെ 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 വരും. അതിനെങ്ങനെ പറയാം?